ഹായ്. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ബുധനാഴ്ച ഇല്ലായിരുന്നു, ഈ സാറ്റർഡേ നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ എന്തിനാണ് വന്നതെന്നറിയാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ മാലയാണ്. അത് കാശിൻ്റെ മാല. നമ്മൾ ഇതിന് മുൻപൊക്കെ കാശ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നി കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് കാണിക്കാം, സിമ്പിളായിട്ടുള്ളത് കാണിക്കാം. ത്രെഡ് വർക്ക് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം മാല വരണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാല കണ്ട ഈ ത്രെഡിലാണ് ചെയ്ത്. നമുക്ക് ഇഷ്ടമുള്ള ത്രെഡുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് പക്ഷേ ഇതിനകത്ത് കിടക്കുന്ന ബോൾസുകളൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. അതൊക്കെ നമ്മൾ വേണമെങ്കിൽ ഉണ്ടാക്കി എടുത്തോണം. അപ്പം നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ, ഇതൊന്നും മെഷീൻ വർക്കല്ലല്ലോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ കളറുകൾ? ഇതിപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കളറായതുകൊണ്ട് അത്ര അങ്ങോട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കത്തില്ലായിരിക്കും അല്ലേ. ഇതാ ഇപ്പോഴോ കൊള്ളാം അല്ലേ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ത്രെഡ് ഏതൊന്ന് കാണട്ടെ നിങ്ങൾക്ക്. ത്രെഡ് താണ്ടെ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടു കാണുമല്ലോ. പേൾ ത്രെഡ് കോട്ടൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഓരോ നൂലിൻ്റെ കടകളിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇത് ക്രാഫ്റ്റിനുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ ആകുമ്പോഴുണ്ടല്ലോ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലിരിക്കും. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കില്ല. നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്ത മുത്താണ്, ഒരു മുത്താണിത്. അങ്ങനെ നമുക്ക് ഏത് കളർ വേണേലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാശെന്ന് പറയുന്ന ഒരു ഫുൾ ബോക്സാണ്. അപ്പോൾ ആ ഫുൾ ബോക്സിനകത്ത് 10-40 പീസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കത് കുറച്ചിട്ട് ചെയ്ത് ഇതുപോലെ നല്ലൊരു വിലയ്ക്ക് വിൽക്കാൻ പറ്റും. വാങ്ങുന്നവർക്കും ലാഭമാണ്, നമുക്കും ലാഭമാണ്. അപ്പോൾ ഒരുപാട് പീസ് ഇടാതെ നമ്മൾ ഇതുപോലൊരു ബോക്സ് വാങ്ങിക്കുക. ബോക്സ് വാങ്ങിച്ചിട്ട് ആ ഏത് കളറാണ് അവർക്ക് വേണ്ടതെന്ന് വെച്ച് ചോദിക്കുക. ത്രെഡുകൾ ഇതുപോലത്തെ ഒരുപാട് കളേഴ്സുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അവർ പറയും, ചിലപ്പം ഗ്രീൻ എന്ന് പറയുമ്പോൾ ഏത് ഗ്രീനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗ്രീനിൽ പല ഷെയ്ഡുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു തുണിയെങ്കിലും, ഒരു തുണ്ട് തുണിയെങ്കിലും വാങ്ങിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ ദൂരെ നിന്നൊക്കെ ഉള്ളവരൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ ചിലർ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയും, ചിലർക്ക് അങ്ങനെയൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ല. നമുക്ക് ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ പല ഗ്രീനുകൾ ഉണ്ടായതുകൊണ്ട് ഒരു ചെറിയൊരു തുണി വാങ്ങിച്ചിട്ട് ആ തുണിയും കൊണ്ട് വേണം നമ്മൾ ഷോപ്പുകളിൽ പോയി വെച്ച് നോക്കി എടുക്കാനായിട്ട്. അല്ലാതെ ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി വരുമ്പോഴത്തേക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ഒരാളിപ്പം പറയണം ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്കത് കളർ ഒരിക്കലും കറക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വാട്സപ്പിൽ ഒരിക്കലും നമ്മളത് ഏറ്റെടുക്കരുത്. നേരിട്ട് കൊണ്ടുവരികയോ ഒരു ചെറിയൊരു തുണിയുടെ തുണ്ട് പീസ് കിട്ടുകയോ ചെയ്താൽ നമുക്ക് ഓക്കെ, നമുക്ക് സമാധാനത്തോടെ പോയി സെലക്ട് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. ഈ കാശിൻ്റെ സെറ്റ് ബോക്സ് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തരാം. ഞാൻ കാണിക്കുന്ന ഓരോ ത്രെഡുകളും നിങ്ങളുടെയൊക്കെ പരിസരത്ത് അവൈലബിൾ ആണ്. അപ്പോഴേ നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ വീട്ടിലിരിക്കുന്ന കുഞ്ഞമ്മമാരുടെ അടുത്ത് പറയുകയാണ്, ഒന്ന് ഇറങ്ങി ഈ ത്രെഡൊക്കെ ഒന്ന് വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. ഈ ത്രെഡിന് ആവശ്യപ്പെടരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ത്രെഡ് വേണം. ഇതിൻ്റെ ത്രെഡിൻ്റെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ ത്രെഡ്. നിങ്ങൾ ചോദിച്ച് വാങ്ങുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലാക്കാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ 2-3 ഇപ്പം ഞാൻ എൻ്റെ കഴുത്തിയിട്ടിരിക്കുന്നുണ്ടോ, ഇതിങ്ങനെ മറിഞ്ഞ് കിടക്കുന്നുണ്ടാണ് കാണാൻ വയ്യാത്തത്. നെക്ലസ് മോഡലിൽ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ചോക്കർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒരു മോഡൽ കാണിച്ചു തരുമ്പോൾ കുറച്ച് ഐഡിയാസ് നിങ്ങളിലേക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കുറച്ച് പേർക്കേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതൊക്കെ അവരെന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ കുറച്ച് ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിൽ നിന്നൊന്ന് വരുത്തൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്താ ചെയ്യുക, ഒരു മോഡൽ കാണിച്ചു തരും, ഒരു ജ്വല്ലറി കാണിച്ചു തരുമ്പോൾ അതിൻ്റെ പല വെറൈറ്റി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാനല്ലാതെ ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ വേറൊരു ദോഷം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്തെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു ജ്വല്ലറി ചെയ്യുമ്പോൾ അതിൽ ഒരു 2-3 ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്തുനിന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരണം. അല്ലാതെ മിക്ക ആൾക്കാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഫുൾ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് എടുത്ത് തരും. അപ്പോൾ അതിലേതെന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നതില്ല, മെൻഷൻ ചെയ്യത്തേയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതിലേതാണെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ മൊത്തം സാധനങ്ങൾ എടുത്തു തരും. എടുത്ത് അവിടെ ചെല്ലുമ്പോൾ അയ്യോ ചേച്ചി ഞാൻ ഇതല്ലായിരുന്നു ഉദ്ദേശിച്ചത്. നിങ്ങളുടെ മനസ്സിൽ
മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ദയവായി നമുക്കൊരു മെറ്റീരിയൽസിൻ്റെ ഇത് ഐറ്റംസ് എഴുതി ലിസ്റ്റ് തരുമ്പോൾ നമ്പർ 3 മണിയാണെങ്കിൽ എത്ര എന്ന് എഴുതണം, എത്ര എണ്ണം. കുറച്ച് പേരാണ് കേട്ടോ, ഒരുപാട് പേരല്ല. എനിക്ക് തരുന്ന ഒരു 50 പേര് തരുമെങ്കിൽ അതിൽ 10 പേര് ഇതാണ് ചെയ്യുന്നത്. ഞാൻ സെലക്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത്. പിന്നെ എമൗണ്ട് കൂടി വരുമ്പോൾ എന്നെ കുറ്റം പറയില്ല. കാരണം എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരെണ്ണമായിരിക്കും വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് പോരാ, 2 3 ആയിരിക്കും നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്നത്. അത് നിങ്ങളിങ്ങോട്ട് പ്രകടിപ്പിക്കൂ, ദൈവത്തെ ഓർത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബിനകത്ത് പരസ്യം ചെയ്തിരുന്നല്ലോ, ആ പരസ്യപ്രകാരം എനിക്കൊരു സ്റ്റാഫിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാഫ് 10 മണി തൊട്ട് 5 മണി വരെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ 10 മണി തൊട്ട് 5 മണി വരെയുള്ള മെസ്സേജുകൾക്കാണ് നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ ഇത്രയും സമയത്തിനകത്ത്. അതിന് ശേഷമുള്ളത് അടുത്ത ദിവസം 10 മണി തൊട്ട് 5 മണി വരെയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന മെസ്സേജുകളെല്ലാം ഞങ്ങൾ 2 ദിവസത്തിനകത്ത് എല്ലാം ഇവിടുന്ന് ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പോൾ ചില സാധനങ്ങൾ നമുക്ക് ഷോർട്ടേജ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. അത് വരാനുള്ള ഡിലേ കൊണ്ടാണ് കേട്ടോ. പിന്നെ മെസ്സേജുകളും ഒരു കാരണമാണ്, കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ത്രെഡാണെന്ന് പറഞ്ഞല്ലോ, ഈ കോട്ടൺ ത്രെഡ് ഒരെണ്ണം. 2 എണ്ണം ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. ചിലപ്പോൾ തികഞ്ഞില്ലെന്ന് പേടിച്ചിട്ടാണ് 2 എണ്ണം വാങ്ങിച്ചത്. പക്ഷേ ഒരെണ്ണത്തിൻ്റെ ആവശ്യം നമുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ത്രെഡ് ഇരിക്കട്ടെ. എന്നിട്ട് ഹൂക്ക് ആൻഡ് ചെയിൻ, ക്യാപ്പ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇരിക്കും. നമ്മൾ അടത്തിയെടുക്കണേ. ഇങ്ങനെ എന്തേ ക്യാപ്പ് ബോളിനനുസരിച്ച് ഇരുന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ബോൾ കാണാൻ പറ്റത്തുള്ളൂ. ആ ത്രെഡ് ഏത് കളറാണെന്ന് കാണാൻ പറ്റുള്ളൂ. എങ്കിലും ഇത് കുഴപ്പമില്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ക്യാപ്പ് മാക്സിമം കുറച്ച് ക്യാപ്പ് കാണുകയും വേണം, ഒരുപാട് ഓവറാകാനും പാടില്ല. പക്ഷേ എനിക്ക് ഇത് വന്നത് 8 mm ആണ് വന്നിരിക്കുന്നത്. അത് വെച്ച് ഞാൻ ചെയ്തതാണ്. എങ്കിലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വെച്ച് ഞാൻ ചെയ്ത ഒരു ബോൾസുകളാണിത്. പക്ഷേ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ എന്ത് പറയുന്നു എന്ന് പറയണേ. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ, ആ ക്യാപ്പ് അതനുസരിച്ചെടുക്കുക. ഇപ്പം എനിക്കും അറിയില്ലായിരുന്നു, അവരിങ്ങനെ അയച്ചു തന്നത്. അപ്പോൾ 8 mm. അപ്പോൾ ഞാനിത് അവരെന്തൊക്കെ നമ്മളെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇനി ആവശ്യപ്പെടും, ഞങ്ങൾക്ക് ഈ സൈസ് തൊട്ട് ക്യാപ്പ് വേണമെന്നുള്ള ആവശ്യപ്പെടും. അപ്പോൾ അതും വരാൻ താമസിക്കും കേട്ടോ, കുറച്ച് താമസിക്കും. നമ്മൾ ഇന്ന് വീഡിയോ ഇടുകയല്ലേ, ഇനിയും വേണം വിളിച്ച് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ക്യാപ്പ്, കാശിൻ്റെ ബോക്സുകൾ ഇങ്ങനെ കിട്ടും, നമുക്ക് പല കളറിൽ കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ എന്ന് പറഞ്ഞാൽ റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇത്രയും കളറേ ഉള്ളൂ. ഇനി ഞാൻ എന്തൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് തിരക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതുപോലെ വാങ്ങിച്ച് ഇങ്ങനെ സെയിൽ ചെയ്യുന്നതാണ് നമുക്ക് ലാഭം. ആ വാങ്ങുന്നവർക്കും ഇടുന്നവർക്കും നല്ല ഭംഗി തോന്നണമെങ്കിൽ ഇത്രയും മതി. ചുമ്മാ അങ്ങ് കഴുത്ത് നിറച്ചൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ പണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ചേഞ്ചായി. നമുക്ക് ഇത്രയും മതി. അതിനുള്ള ത്രെഡ് കൊടുക്കുക. പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ജ്വല്ലറി നമ്മുടെ ഡ്രസ്സ്, ഇപ്പോൾ ഈ ഡ്രസ്സാണെങ്കിൽ ഇത് കംപ്ലീറ്റ് കൊടുത്തിട്ട് കഥയില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഡിസൈനിൻ്റെ വേണം ത്രെഡ് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ ബോൾസ് വന്നിട്ട് നമ്മളിതുപോലെ ഗ്രീൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏത് കളറാണെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഇന്ന് ബ്ലാക്ക് ഉണ്ടാക്കാമേ. ഇത്രയാണ്. പിന്നെ നമ്മുടെ ജ്വല്ലറിയുടെ സൂചിയല്ല, ഇത് തയ്യലിൻ്റെ സൂചിയാണ്. എനിക്ക് ഇതിൻ്റെ നമ്പർ അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യലിൻ്റെ സൂചി അറിയാൻ പറ്റുമല്ലോ. അതായത് ചെറിയ ഹോളല്ല, കുറച്ച് വലിയ ഹോളാണ്. ഇത്രയും വേണം, എങ്കിലേ നമുക്കിത് തയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഈ നൂല് തന്നെയാണ് ഇതെല്ലാം എടുത്ത് വെച്ചേക്കാണേ. സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ കഥാപാത്രം ഇതാണ്. ഇതെന്താ, ടൂത്ത് പിക്ക്. കണ്ട, ഇതാണെങ്കിലേ നമ്മളിങ്ങനെ ബോൾസ് ആക്കുമ്പോൾ ഇറങ്ങി വരുള്ളൂ. അതിനാണ് ഞാൻ ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്താണിത്. അപ്പോൾ നൂലെടുക്കാം. നിങ്ങൾ വേറെ നൂലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് കാണിച്ചുമ്പോൾ ഇതിൽ തന്നെ പിടിച്ച് നിൽക്കല്ലേ. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു അളന്ന് നോക്കുക എത്ര, എന്നിട്ട് ഇത്രയും നമ്മൾ എടുത്തു എന്ന് വയ്യ, 1 മീറ്റർ അല്ലെ ഒരു 1.5 മീറ്റർ എടുത്തു എന്ന് വയ്യ. ഈ അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ഇത് 6 ബോൾസാണ് ഞാൻ ഇതിലിട്ടേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിലും ഇടാം. കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ മുതിർന്നവർക്ക് താല്പര്യമാണ്, കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ എത്ര ബോൾസ് എന്ന് അതിൻ്റെ കണക്കെടുക്കുക. ഞാനിതിപ്പോൾ 6 ഇട്ടേക്കുന്നത്. എന്നിട്ട് അത് കണക്കാക്കി നമ്മൾ 6 നൂല് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരുപോലെ കട്ട് ചെയ്തിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതായിരിക്കും. ആദ്യത്തെ പടി ഇതാണ്. ഇത് നമ്മൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യുക. 6 ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതൊന്നും എൻ്റെ മനസ്സിൽ പോലും തോന്നിയ ഐഡിയ അല്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വന്ന് ചെയ്യാനിരിക്കുമ്പോൾ ഇതൊന്ന് ഡിസൈൻ മാറ്റി കൊടുത്ത് നോക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. എന്നിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്ക് എടുക്കുക.
ഞാൻ എല്ലാത്തിലും ചെയ്ത് നോക്കി, അവസാനം ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും ഊരി വരുന്നില്ല. അപ്പോൾ അവസാനം കണ്ടുപിടിച്ചതാണ് ഇതാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ഹോളും കാണും. മറ്റേതിന് ഹോള് ചിലപ്പം കാണില്ലായിരിക്കും. എന്നിട്ട് താണ്ട് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ ചുറ്റുക. നിങ്ങൾ നോക്കിക്കോണം. ഈ ചുറ്റും സമയം ഈ ടൂത്ത് പിക്ക് കൂടെ ഒന്ന് തിരിച്ച് കൊടുത്തോണേ. ഇങ്ങനെ കുറേ ചുറ്റിയിട്ട് ചുമ്മാ ചുറ്റിയിട്ട് ഇനിയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ചുറ്റിയല്ല, ഇനി ഇതാണ് ഇതിനെ മേളോട്ട് വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് തിരിച്ചു കൊടുക്കുക. ഈ ചുറ്റുന്നതനുസരിച്ച് തിരിച്ച് കൊടുത്തോണം ടൂത്ത് പിക്ക്. വലിയ ബോൾ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള നീളത്തിലെടുത്തോണം കേട്ടോ. അത് ആദ്യം നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കണം ഈ ബോൾ എത്ര വരും, എന്നിട്ട് അത് കണക്കാക്കി വേണം ബാക്കിയെല്ലാം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഈ ആവറേജ് ഈ ഒരു കണക്കിനാണ് വരുന്നത്. എനിക്കൊന്ന് 1 മീറ്റർ ഇച്ചിരി കൂടെ കാണും ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഈ താഴേന്ന് വന്നിട്ട് ഇതാണ്ട് ഇങ്ങനെയാണ് ഈ മേളത്തെ ലൈനിൽ വന്നിട്ട് താഴോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരണേ. അപ്പം നമ്മൾ ഈ ടൂത്ത് പിക്ക് ഒന്ന് തിരിച്ച് കൊടുത്ത് വേണം വരാൻ, എങ്കിൽ മാത്രമേ അത് കറക്റ്റ് വരുള്ളൂ. ഇവിടെ വണ്ടിയുടെ ശബ്ദം ഇല്ലെങ്കിൽ കാക്കകളുടെ ശബ്ദം. എന്തായാലും ഇവിടെ ഒരു ബഹളം, ഒരു രക്ഷയില്ല. നീളം അഥവാ നമുക്ക് തോന്നുകയാണ് ബോൾസ് ചെറുതായി പോയി എന്ന് തോന്നാലും വിഷമിക്കേണ്ട. ഒത്തിരി പശ ഇവിടെ തേച്ചിട്ട് വീണ്ടും അതിന് നമുക്കിതുപോലെ ജോയിൻറ്റ് ചെയ്യാൻ പറ്റുമേ. എന്നിട്ട് നമ്മളിങ്ങനെ മേളിൽ നിന്ന് ഇത്രയും നീളത്തിൽ ചുറ്റിയല്ലോ, എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം നമ്മളൊന്ന് ആ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. സൈഡല്ല കേട്ടോ, നടുഭാഗം. കരിച്ച സൈഡിൽ പിന്നീട് നമ്മൾ ക്യാപ്പിട്ട് മറയ്ക്കുമ്പോഴത്തേക്ക് അതങ്ങ് മറഞ്ഞു പോകും. പിന്നെ ഈ ചുറ്റിയ സ്ഥിതിക്ക് വീണ്ടും നമ്മൾ ഇതുപോലെ ക്രോസിങ് ചുറ്റണം. ക്രോസിംഗ് ആണ്, ചുറ്റി വരുന്ന ക്രോസിംഗ് ആണ്. അപ്പോൾ ചുമ്മാ നിങ്ങൾ ഇരിക്കുകയല്ല ചെയ്യേണ്ട, ഈ ടൂത്ത് പിക്ക് ഒന്ന് തിരിച്ച് കൊടുക്കണം. ഓരോ ചുറ്റിനും നമ്മൾ തിരിച്ച് കൊടുക്കണം. ബോൾസ് വലിയ സൗന്ദര്യമൊന്നും നിങ്ങൾ നോക്കണ്ട, ക്യാപ്പൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് സൗന്ദര്യം വന്നോളും. അല്ല, കൊച്ചു പിള്ളേർക്ക് അരിഞ്ഞാണം കെട്ടുമ്പോഴല്ലേ സുന്ദരനും സുന്ദരിമാരും ഒക്കെ ആകുന്നു എന്ന് പറയുന്ന പോലെയാണ് ഇതിൻ്റെ കാര്യം. എന്നിട്ട് ലാസ്റ്റ് കവറിങ്ങാണ്. നമ്മൾ ആ നടുക്ക് വെച്ച് ഇങ്ങനെ ചുറ്റിയില്ലേ, ഇങ്ങനെ ഒന്ന് ഒരു പള്ള ചാടുന്ന പോലെ, വയറ് ചാടുന്ന പോലെ അങ്ങനെ ചുറ്റി അതിനെ കവർ ചെയ്താണ് ക്രോസിങ് ആയിട്ട് നമ്മൾ മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ. അപ്പോൾ ഈ സമയം ടൂത്ത് പിക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം ഓരോ ചുറ്റിനും. അപ്പോൾ ഇത് തീർന്ന് അപ്പോൾ ബോൾസ് കണ്ട ഇങ്ങനെ വരും. അതിന് ശേഷം നമ്മൾ എൻഡിലായിട്ട് ഇതിൻ്റെ എൻഡിലായിട്ട് ഇച്ചിരി പശ തേച്ച് കൊടുത്തോണം. ഒരുപാട് പശ തേക്കരുതേ, കാരണം ഈ ബ്ലാക്ക് ത്രെഡുകൾ ഇതിൻ്റെ പശ ഉണങ്ങുമ്പോൾ ഒരു ഭയങ്കര വൃത്തികേടായിട്ട് വരും. അതുകൊണ്ട് എന്താ വെച്ചാൽ എൻഡിലായിട്ട് വേണം നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് തേച്ച് തിരുമ്മി കൊടുക്കാനായിട്ട്. അപ്പോൾ ക്യാപ്പിട്ട് മറയുമ്പോഴത്തേക്ക് ആ ഒരു വൃത്തികേട് മാറി കിട്ടും, അഥവാ നിങ്ങൾ പശ കൂടുതൽ തേച്ചിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുക. നോക്കണം നമ്മുടെ ഇതൊക്കെ പശ ഓക്കെ ആണോ എന്നുള്ളത്. ഇച്ചിരി ഏറെ പശ കൊടുക്കേണ്ടി വരും, കാരണം എങ്കിലേ അത് ഇവർ ഇരിക്കത്തുള്ളൂ. ഈ പശയാകുമ്പോൾ കുഴപ്പവും വരുന്നില്ല. 7000 പശ നല്ലതായിരിക്കും. നമ്മുടെ കമ്മൽ വരെ ഒട്ടുന്നതല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ ഈ നിസാരമായ നൂലൊട്ടാനാണ് വലിയ പാടല്ലേ. ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് പിടിച്ച് വയ്ക്കുക. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റായിക്കോളും. തന്നെ ഇങ്ങനെ ആയിക്കോളും. എന്നിട്ട് നമ്മളിതിനെ ഊരിയെടുക്കണം. ഈ ഊരുമ്പോഴും ഇതിനെ ഒന്ന് തിരിച്ച് കൊടുത്തോണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും ബോൾസ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ക്യാപ്പ് ഒരെണ്ണം എടുക്കുക. ഏത് ക്യാപ്പായാലും മതി കേട്ടോ. ഇച്ചിരി സൈസ് ചെറുതാകുന്ന നമ്മൾ ബോൾസ് ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇവർ ഇച്ചിരി വലുതായിപ്പോയി. തുടങ്ങിയപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. ഇതുപോലെ പശ തേക്കുക, ഈ ഹോള് വരുന്നതിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഞാൻ ഇതിനകത്താണ് കേട്ടോ വയ്ക്കുന്നത്, ഈ പശ ഇതിനകത്താണ് തേക്കുന്നത്. ജ്വല്ലറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വെപ്രാളം തല്ലി ചെയ്യാനുള്ളൊരു സംഭവമേ അല്ല. വേണ്ട, ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ നിങ്ങൾ ത്രെഡിന് മാത്രമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ മാലയുടെ ലോക്കറ്റൊക്കെ ഇടാൻ വേണ്ടി ഇതുപോലെ നമുക്ക് ചെയ്ത് എന്നിട്ട് കൊണ്ടുവന്ന് ലോക്കറ്റ് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇതുപോലെ നമ്മൾ കുറേ ഉണ്ടാക്കണം. അങ്ങനെ ഞാനിതിവിടെ 6 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 6 എണ്ണേ ഉണ്ടാക്കിയിട്ടുള്ളൂ.
ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നൂലെടുക്കുക. ഞാനാണ് എൻ്റെ ബുക്കിൽ വെച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ത്രെഡ് മതിയെന്നുള്ളവർക്ക്, കുറച്ച് ത്രെഡിൻ്റെ നീളം മതിയെന്നുള്ളവർക്ക് ഇത്ര എടുക്കുക. ഇതിപ്പോൾ നമ്മൾ അന്ന് സിൽക്ക് നൂല് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ കതകിൻ്റെ ഇതിൽ വെച്ച് പിടിയിൽ വെച്ചൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. ഇത് അതിൻ്റെ ആവശ്യമില്ല. മറ്റേത് കുറച്ച് പിന്നൽ വരുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്തത് കേട്ടോ. പിന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതല്ല, കുറച്ച് നീളം വേണമെന്നുള്ളവർ ഇത്രയും നീളത്തിലെടുക്കുക. കുറച്ചും കൂടി ഇത്രയും നമുക്ക് വേണ്ടി വരില്ല. നമ്മൾ ഹുക്ക് ആൻഡ് ചെയിനൂടൊക്കെ ഇടുമ്പോഴത്തേക്ക് കറക്റ്റായിരിക്കും. ഒത്തിരി ഇറങ്ങിപ്പോയാൽ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും എടുക്കേണ്ടി വരുമല്ലോ. എന്നിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഇതിൽ വെച്ചെടുക്കുകയാണ്. നമുക്ക് ഇവിടെ കൊണ്ട് നൂലിങ്ങനെ എൻഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് എണ്ണ ഉണ്ട് കേട്ടോ ഇതിന്. ചുമ്മാ നമ്മൾ ചുറ്റുമല്ല. കാരണം നമുക്ക് ഒരു സൈഡേ ഉള്ളായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, ചുമ്മാ ചുറ്റിപ്പോയിരുന്നു. പക്ഷേ 2 സൈഡ് വരുമ്പോൾ ഒരു സൈഡിൽ കുറഞ്ഞ് ഒരു സൈഡിൽ കൂടിയിരിക്കും. അങ്ങനെ ഇരിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എണ്ണ ആവശ്യമാണ്. അപ്പോൾ ഇത് 1 ഒരു ചുറ്റായി, 2 ഒരു 30 ഇതാണ് നമ്മൾ എടുക്കുന്നത്. എണ്ണം തെറ്റി കേട്ടോ. 1 2 3 ഓക്കെ 4. ഇതിങ്ങനെ ഞാൻ 30 പ്രാവശ്യം ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മളിത് 30 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ എണ്ണം ഒന്ന് കൂട്ടി കൊടുക്കുക. അതല്ല ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ 30 എടുക്കുക. അതിന് മുൻപേ ഇതിനെ കട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇങ്ങനെ കുറച്ച് നൂലെടുത്ത് വെച്ചേക്കണം. എന്തിനെന്നറിയോ, ഈ നൂല് ഇതിനകത്തൂടെ കയറ്റി കെട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കൈ വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കെട്ടുന്നതാണ് കേട്ടോ. കെട്ടിയെടുത്താൽ നമുക്ക് അത്രയും നല്ല പേടിക്കേണ്ട. നമ്മുടെ കയ്യിൽ നിന്ന് എണ്ണം തെറ്റാതെ ഇരിക്കുമല്ലോ. അതാ ഇതുപോലെ ഇങ്ങനെ എടുക്കുക. പക്ഷേ സിൽക്ക് ത്രെഡിൽ ചെയ്യുന്ന ആ ഒരു ഭംഗി ചിലപ്പം കാണത്തില്ല. ചിലർക്ക് അത്രയും അങ്ങോട്ട് ഗ്ലേസിങ് വേണ്ട എന്നുള്ളവർ ഇത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതൊരു കെട്ടങ്ങ് കെട്ടുക. ഒറ്റ കെട്ട് കെട്ടിയാൽ മതി. കാരണം നമുക്ക് വേറെ നമ്മുടെ നൂലിൻ്റെ കെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് അഴിഞ്ഞു പോകാതിരിക്കാനൊക്കെയാണ് നമ്മൾ അന്ന് അത്യാവശ്യമായിട്ട് കെട്ടി വയ്ക്കുന്നത്. ഇങ്ങനെ ഇവിടെ കെട്ടി അങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിത് അഴിക്കും കേട്ടോ. ഇവിടെ അഴിക്കുകയല്ല, ഇതിനെ കട്ട് ചെയ്ത് മാറ്റണം. അതുകൊണ്ട് കറക്റ്റ് ഇതിൻ്റെ ലെന്തൊക്കെ കറക്റ്റ് ആക്കിക്കണം. ഇത് ഞാൻ ഒത്തിരി ഇറക്കത്തിലല്ല എടുത്തേക്കുന്നത് കേട്ടോ. അതെ, ഇതുപോലെ ആക്കി വയ്ക്കും. ഇതിൻ്റെ മുകളിലോട്ടുള്ള വശത്തേക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ അപ്പം തന്നെ അങ്ങ് കട്ട് ചെയ്തോണം. പിന്നെ കട്ട് ചെയ്യാൻ പോകരുത്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കയറി ഇറങ്ങിയോ ഒക്കെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ആകെപ്പാടെ നമ്മുടെ കണക്ക് മൊത്തം അങ്ങ് തെറ്റിപ്പോവും. അതുകൊണ്ടാണ്. പിന്നെ ഈ വളയുന്ന ടൈപ്പ് ബുക്കുകളെ എടുക്കാവേ, അല്ല വേറെ ഒന്നും ഇതിൽ വെച്ച് ഇത് എടുക്കരുത്. കാരണം നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെന്ന് വരും, ഊരി എടുക്കാൻ പറ്റിയില്ലെന്ന് വരും. അതുകൊണ്ടാണ്. പശ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഇങ്ങനെ വരിക, അങ്ങ് ഓപ്പണായി വരും. ഇതിങ്ങനെ കിടക്കുന്നു. അപ്പോൾ 2 നൂല് നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നൂല് സൂചി ഞാൻ മുമ്പത്തെ പറഞ്ഞിരുന്നല്ലേ, ഈ സൂചി തയ്യലിൻ്റെ സൂചിയാണ്, നമ്മുടെ ജ്വല്ലറിയുടെ സൂചിയല്ല കേട്ടോ. ഇതാണ് നമ്മൾ കെട്ടിയതാണ് കേട്ടോ, നമ്മൾ ലോക്കറ്റിൻ്റെ അവിടോട്ട് കൊണ്ടുവന്നത്. ഇതുപോലെ അങ്ങോട്ട് എടുക്കുക. ഈ ജ്വല്ലറിയുടെ ത്രെഡിലൊന്നും ഇത് സൂചിയിലൊന്നും ഇത് കയറുകയില്ല. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ചുറ്റി ഇതുപോലെ എടുക്കുക. ഇവിടെയൊക്കെ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷനൊക്കെ കൊടുക്കാം. ഇതിനെയൊക്കെ അങ്ങ് ചേർത്ത് കട്ട് ചെയ്ത് കളയല്ലേ. നമ്മളൊരു ഇച്ചിരി എൻഡ് വെച്ചേക്കുന്ന സംഭവമാണ്. ഈ സൂചി പശയുണ്ട് കേട്ടോ. എന്നിട്ട് നടുക്കൂടെ ഇതിൻ്റെ നടുക്ക് ഇത് വരണം കണ്ടോ. ഇനിയാണ് നമ്മളത് കൊരുക്കാൻ പോവുകയാണേ. ഈ ക്യാപ്പ് ഫസ്റ്റേ ഇട്ട് കൊടുക്കണം. അതായത് ഇവിടെ ഒന്ന് മറയ്ക്കാൻ വേണ്ടി.
ശരിക്കും അല്ലാത്ത ക്യാപ്പുണ്ട്, കുറച്ചുകൂടെ കയറിയിരിക്കുന്ന ക്യാപ്പ് കിട്ടിയാൽ നമുക്കത് നല്ലതായിരുന്നു. പക്ഷെ നമ്മുടെ കസ്റ്റഡിയിൽ അതിപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് മറച്ചിട്ടേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ ഐഡിയാസ് തോന്നിയിരിക്കണം. ഞാൻ മറ്റുള്ളവരുടെ ജ്വല്ലറി കണ്ട് ചെയ്താലും വേറെ ജ്വല്ലറികളൊക്കെ ഞാൻ നോക്കാറുണ്ട്. അങ്ങനെ നമുക്കൊരു ഡിസൈൻ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല ആൾക്കാരാണെങ്കിൽ അവർ പറയും അത് ഞങ്ങളുടെ ജ്വല്ലറിയാണെന്ന് പറഞ്ഞ് വരും. പക്ഷേ അതല്ലാതെ തന്നെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ചെയ്യണം. ആദ്യം നമ്മളൊരു ക്യാപ്പ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളിതാ ഇതിനെ ഈ മുത്തിനെ ഇങ്ങോട്ട്, ഇതിപ്പം നമ്മുടെ കസ്റ്റഡി നമ്മുടെ മുത്താണിത് കേട്ടോ. എന്നിട്ട് അടുത്തൊരു കാശിൻ്റെ ഒരു ലോക്കറ്റിട്ട് കോയിനിട്ട് കേട്ടോ. ഇതിന് 2 ഹോളുള്ളതാണല്ലോ, അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഹോളിലിട്ടാൽ മതി. താഴത്തെ രണ്ടാമത്തെ ഏറ്റവും താഴത്തെ ഹോളിൽ ഇടണ്ട. അങ്ങനെ 6 മുത്തുകളും നമ്മൾ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്യുക. സൂചി ഉണ്ടെങ്കിൽ ഇത് കയറിപ്പോളൂ, കാരണം വെച്ചാൽ ഹോളൊക്കെ എവിടെയോ കിടക്കുന്ന ഹോളാണ്, അതുകൊണ്ടാണ്. ഇനി 6 പീസിട്ട് ചെയ്യുന്ന കാശുണ്ടല്ലോ, നമുക്ക് ഒരുപാട് മാലകൾ ചെയ്യാം. അപ്പം നമുക്ക് വാങ്ങുന്ന ബോക്സിന് നഷ്ടം വരില്ല. ഇതിപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ഈ ഐഡിയ പ്രകാരം നിങ്ങൾക്ക് ഇതിനെ വെച്ച് വേറെയൊക്കെ മോഡലുകൾ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ വേറെ വല്ലൊക്കെ പീസുകളുണ്ടെങ്കിൽ മാലയുടെയൊക്കെ പീസുകൾ ഇതൊക്കെ കാണുമല്ലോ, അതൊക്കെ വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ 5 എണ്ണം താടെ കൊരുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 5, 6, 10 ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ? എന്നിട്ട് ഈ ബോൾസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ എല്ലാ ബോൾസും കാണണം നമുക്ക്. പക്ഷേ ഇതിപ്പോൾ ക്യാപ്പ് വലുതായതുകൊണ്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമായിപ്പോയി. ക്യാപ്പ് ഇപ്പോൾ വലുതായാലും നമുക്ക് പ്രശ്നമല്ല. ഇപ്പോഴാണ് അത് മനസ്സിലാക്കിയത്. കാര്യം വെച്ചാൽ ബോൾസ് ഒന്ന് വലുതാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കളർ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടും. ഞാൻ പറഞ്ഞങ്ങ് തരികയാണ്. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ബോൾസ് കൂട്ടി കൊടുക്കുക. അതായത് നടുക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കൂട്ടി നൂല് ക്രോസ് ചെയ്യാതെ ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്പ് ഇച്ചിരി വലുതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനി അടുത്തിലേക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഒരു വശത്തായി അതിൻ്റെ ഇത് തന്നെ ഇട്ടാണ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പം മറു സൈഡ്. അപ്പം നമ്മൾ ആദ്യം നമ്മൾ ക്യാപ്പ് ഇട്ടായിരുന്നല്ലോ കറി, അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ തിരിച്ചും ഈ ക്യാപ്പ് തന്നെ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വേറെ വല്ല ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഇടുക കേട്ടോ. ഇതേപോലത്തെ ക്യാപ്പിനൊന്നും വേണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാപ്പുകളൊക്കെ ഇട്ട് തന്നെ പോകാം. ഇതുപോലെ ഇടുക. എന്നിട്ട് തിരിച്ച് കയറുന്നത് ഇതുപോലെ കയറുക. എന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. ക്യാപ്പ് ഇങ്ങനെയല്ലേ കിടക്കുന്നത്, അതിനകത്തൂടെ കയറി വീണ്ടും തിരിച്ചിറങ്ങണം. നമ്മുടെ മാല നമ്മൾ തിരിച്ചിറങ്ങാറില്ലേ, സെയിം തന്നെ. അപ്പോൾ ഒന്ന് വലിച്ചു കൊടുക്കണം, എങ്കിലേ അവർ അടുക്കുകയുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഇട്ട് നമ്മൾ കെട്ടിയെടുക്കും. ഒരു കെട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് മുകളിലോട്ട് പോകാം. അവിടെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലെവലായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതുപോലൊരു നൂലിട്ട് അങ്ങ് ഇതാക്കുക. വലിച്ചങ്ങ് കെട്ടരുത്, അല്ലെങ്കിൽ വട്ടി പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ എപ്പോഴും പറയല്ലേ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതാക്കി കൊടുക്കണം. അഥവാ തിരിച്ച് കയറാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചുറ്റാം. ഞാൻ വീണ്ടും കയറുകയാണ് ഇങ്ങോട്ട്, മേപ്പോട്ട് കയറുക. ഈ നൂലൊക്കെ ആകുമ്പോഴുണ്ടല്ലോ നമ്മൾ പറയുന്ന പോലൊക്കെ ആയി കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞ ഇവിടെ ഒന്ന് ചുറ്റി കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ സൈഡിൽ ഇവിടെ ഒന്ന് ലെവൽ ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിൽ ലെയർ ചെയിൻ കിട്ടൂലേ, സ്റ്റോൺ ലെയർ ചെയിൻ, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഭംഗിയായിരിക്കും. ഈ നൂലൊന്നും അഴിഞ്ഞു പോവില്ല കേട്ടോ, അതുപോലെ തന്നെ ഇരിക്കും. അതെ, ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പേടിക്കണ്ട. ചിലരൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെപ്പോലൊരാളാണ്, വേറെ ആരുമല്ല. നിങ്ങളൊന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിന് ഭയക്കേണ്ട കാര്യമില്ല. മെസ്സേജ് അയക്കുമ്പോൾ മാത്രം ഒന്ന് സൂക്ഷിച്ച് അയയ്ക്കുക, അത്രയേ ഉള്ളൂ.
അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകാത്തതുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ വന്നപ്പോഴാണ് എനിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മനസ്സിലായി വന്നത്. ഇതെല്ലാം നമ്മൾ വിചാരിച്ച പോലെയല്ല, ഷോപ്പ് പോലെയല്ല ഓൺലൈൻ എന്ന് പറയുന്നത്. അത് ഒരു ടെൻഷൻ പിടിച്ച പണി തന്നെയാണ്. അത് നന്നായിട്ട് നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ചിലർ തലേ ദിവസം അയച്ചിട്ട് ഇതുകൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങളോട് സംസാരിക്കുക, അതിന് വേണ്ടി ഞാൻ ടൈം കളയല്ല. ചിലർ തലേ ദിവസം അയച്ചു തന്നിട്ട് പറയും, ചേച്ചി അയച്ചോ എന്ന് ചോദിക്കും. അതിന് മുൻപേ അയച്ച പാർട്ടികളുടെയാണ് നമ്മൾ ലിസ്റ്റ് പ്രകാരം നോക്കി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർ ധൃതിക്കാരുണ്ടാവും. അപ്പോൾ ധൃതിക്കാർക്കൊന്നും നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റില്ല. ഓൺലൈനിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയില്ലേ, ഇത്ര ദിവസത്തിനകത്താണ് അവർ നമുക്ക് തരുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾക്കും അതുപോലെ പറ്റുള്ളൂ. അതേസമയം നമ്മുടെ ഇവിടെ വന്ന് നോക്കിയെടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എനിക്ക് സ്റ്റാഫുകളില്ല. കണ്ടല്ലോ, ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റി. നിങ്ങൾ എൻ്റെ വാചോടി കേട്ടോണ്ടിരിക്കാതെ ഇതുകൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇങ്ങനെ ചുറ്റുന്നതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും ഫാൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് ലെവലാക്കിക്കോണം. എന്നിട്ട് നടുക്കൂടെ അങ്ങോട്ട് മേളോട്ട് കയറുക. ആ കെട്ടിൻ്റെ സൈഡ് വഴി അങ്ങ് നടുക്കോട്ട് കയറുക. ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പശയൊക്കെ കൊടുക്കാം. ഞാൻ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പലരും വിളിച്ചു ചോദിച്ചു, ചേച്ചി എന്ത് സ്റ്റാഫിനെ നിർത്താത്തതെന്ന്. സ്റ്റാഫിനെ നിർത്തി അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 16 വർഷക്കാലം എടുത്തു കൊടുക്കാൻ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. പിന്നെ മോൾക്ക് ഇതറിയില്ല, അവളാണ് മെസ്സേജുകളൊക്കെ നോക്കും. അപ്പം ഞങ്ങൾ മാത്രമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സാവകാശമൊക്കെ തരണം. പിന്നെ സാധനങ്ങളുടെ വരവ് കുറച്ച് താമസിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കുറച്ച് ഡിലേ ആക്കി കളയുന്നത് കേട്ടോ. പിന്നെ കിട്ടിയില്ല, 4-5 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡേറ്റൂടെ നോക്കണം. നിങ്ങൾ അയച്ച ഡേറ്റൂടെ നോക്കണം. കിട്ടിയില്ലെങ്കിൽ മാത്രം ഞങ്ങളെ വിളിക്കണം. ചേച്ചി കിട്ടിയില്ല എന്നോ എന്തെങ്കിലും പറഞ്ഞ് വിളിക്കുക. രാധേ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിളിക്കണം. അപ്പോഴാണ് നമ്മൾ ഒന്നും കൂടി എടുത്ത് നോക്കും. അപ്പം നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരും. അത് നിങ്ങൾ മറക്കരുത്. കാരണം ഈ കൊറിയറൊക്കെ ഒരുപാട് ഡിലേ ആകുന്നുണ്ട്. നമുക്ക് വേണ്ടോ, ഇത് പൂക്കാൻ ചെയിനാണ്. ചെറിയ കൊളുത്ത് നിങ്ങൾക്ക് ലോങ്ങായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വലിയ ലോങ് ചെയിൻ ഇവിടെ കൊടുക്കാം. പക്ഷേ അതിന് ഞാൻ പറഞ്ഞ ഇച്ചിരി വലിയ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ചെയിൻ വലിയ ത്രെഡ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വീണ്ടും ഇറങ്ങുകയാണേ. നമ്മുടെ സൂചി ഇത് പറ്റത്തില്ല. കാര്യം പറ്റില്ലെന്ന് പറയാൻ കാര്യം അത് വളരെ തിൻ സൂചിയല്ലേ. എടുക്കാം. ഇങ്ങനെ ഇറങ്ങി വരാൻ വല്ല പിടുത്തം വല്ലതും ഉണ്ടെങ്കിൽ ഈ സൂചി ജസ്റ്റ് ഇങ്ങനെ നനക്കി വെച്ചിട്ട് വേണം പിടിക്കാനായിട്ട്. വലിച്ചു കഴിഞ്ഞാൽ ഈ സൂചി ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സൂചി എന്തായാലും ഒടിയും. ഇത് ഒടിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇച്ചിരി കട്ട്സൊക്കെ ഉള്ള സൂചിയാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇതാക്കിയെടുക്കാം. എന്നിട്ട് ഒരു ചുറ്റല്ല കേട്ടോ, നമുക്ക് ഒരു പ്രാവശ്യമല്ല കയറേണ്ടത്. നമ്മൾ വീണ്ടും തിരിച്ച് ഇത് കയറുക. കൊളുത്തിനെ നന്നായിട്ട് ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് ഇതിനെ വീണ്ടും അതിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മൾ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇവിടെ ഇട്ടൊരു കെട്ടൊക്കെ അങ്ങ് കെട്ടുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് ഈ ത്രെഡ് വെച്ച് തന്നെ നമുക്ക് ഇതിനെ ലെവൽ ചെയ്യാൻ പറ്റും. കണ്ട, ലെവൽ ചെയ്യാൻ പശ തേക്കണ്ട. പശയുടെ ആവശ്യമൊന്നുമില്ല ഇതിന്. ഇതുപോലൊരു സൂചി കയറ്റി ലെവൽ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് കട്ട് ചെയ്ത് കളയല്ല കേട്ടോ, കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായി കൊളുത്തിട്ട് ഇനി ഈ ഒരു ഭാഗം കൂടി ഈ ഭാഗത്തൂടെ കണക്ട് ചെയ്താൽ മാത്രം മതി. ഇതേ രീതിയിൽ തന്നെ കണക്ട് ചെയ്യുന്നത്. അടുത്ത കൊളുത്തിൻ്റെ താണ്ട് ഈ ഒരു റിങ്ങിലാണ് നമ്മളിട്ടിട്ട് വീണ്ടും നമ്മൾ കയറുകയാണ്. കണ്ട, ഇതിനെ അടുപ്പിച്ച് കൊടുക്കുന്നത് വീണ്ടും നമ്മളിങ്ങനെ തയ്ച്ചാണ് ഇങ്ങനെ വന്നിട്ട് ഈ റിങ്ങിനകത്തൂടെ വീണ്ടും കയറി അങ്ങനെയാണ് നമ്മളിതിനെ നടുക്ക് കൊണ്ടുവരുന്നത്. കണ്ടോ, വീണ്ടും തയ്ച്ചു കൊടുക്കണം. അങ്ങനെ നിങ്ങൾ 2-3 പ്രാവശ്യം കയറിയാൽ മതി. അതിന് അത്ര വലിയ കടും പിടുത്തക്കാരൊന്നുമല്ല, അവർ പാവങ്ങളാണ് കേട്ടോ. അയ്യോ, എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മൾക്ക് അലർജിയൊക്കെ, കഴുത്തിന് അലർജിയൊക്കെ ഉള്ളവർ വരുമല്ലോ. ചിലർക്കൊക്കെ ചില ബീഡ്സ് ഇടുമ്പോഴത്തേക്ക്, ഗോൾഡൻ ബീഡ്സൊക്കെ ഇടുമ്പോൾ അലർജിയാണെന്ന് പറയുന്നവർക്ക് ഇത് ഏറ്റവും നല്ല ജ്വല്ലറിയാണ്. അവർക്ക് അവരുടെ ആഗ്രഹങ്ങളും സാധിക്കും. അവർക്ക് ഇടാനുള്ള ജ്വല്ലറിയൊക്കെ ഇടാനും പറ്റും. ഒരു ത്രെഡിൽ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാം, ഈ ത്രെഡിനെ വേണമെങ്കിൽ നമുക്ക് കണ്ണി ഇച്ചിരി അകന്ന ചീപ്പ് കാണുമല്ലോ, ആ ചീപ്പ് വെച്ച് ചീകി നമുക്ക് ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊന്നും ഒരു ബ്ലോക്ക് വരില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഉള്ളിലോട്ടിടുന്ന ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇടാം. ഇതിപ്പോൾ ആരും ക്യാപ്പ് ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. കണ്ട. ഓക്കേ, മല റെഡിയായേ. ഇത് മാത്രമേ ഇതൊക്കെ എനിക്കൊരു വിഷമമായിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണേ നിങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഉണ്ടാക്കുക. നൂലിച്ചിരി കൂട്ടി കൊടുക്കുക. 1.5 മീറ്ററൊക്കെ എടുത്തോളൂ. അപ്പോൾ നല്ല കട്ടിക്ക് കിട്ടും, അകന്ന് കിട്ടും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഫാൾട്ട് ഞാനെങ്ങനെ മാറ്റി, ഫാൾട്ടുകളൊക്കെ മാറ്റിയതാണ്. ഇതിനെ കൊണ്ട് നടുക്കാക്കിയില്ലേ. ഇപ്പോൾ ലെവലായി. ഇപ്പോൾ കൊള്ളാമില്ലേ? ഓക്കെ, ഇഷ്ടപ്പെട്ടാ? അപ്പോൾ ഇങ്ങനെ ഇടാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഇതായിട്ട് കിടക്കും. കണ്ട, തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് കിടന്നോളും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടും വലിയ ചിലവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സാധനത്തിന് വലിയ ചിലവില്ല. ഇത് ഇപ്പോൾ പീസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ റേറ്റെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓണമൊക്കെ വരികയല്ലേ, അപ്പം നമ്മുടെ ബ്ലൗസിനനുസരിച്ച് നമുക്ക് ഈ ഇതുപോലത്തെ ത്രെഡുകൾ സെലക്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബോൾസ് 6 ഉണ്ടാക്കിയാൽ മതി, പീസുകൾ. പിന്നെ സെറ്റ് ബോക്സുകളൊക്കെ തീരുന്നതിന് മുമ്പേ നിങ്ങൾ ഓർഡർ ചെയ്യുക. ഇതിപ്പോൾ ഓണം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഈ സെറ്റ് ബോക്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിവിടെ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കൊരു നഷ്ടമില്ല. ഒരു ബോക്സ് വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ത്രെഡ് വേണേലും നമുക്ക് വലിയ ചിലവൊന്നുമില്ല. ഒരു ത്രെഡിൽ തന്നെ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്നറിയാം. എനിക്ക് തോന്നിയിട്ട് 4 എണ്ണമെങ്കിലും കുറഞ്ഞത് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ. അപ്പോൾ അവിടെയും നമുക്ക് നഷ്ടമൊന്നും പറയാനായിട്ടില്ല. ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണും വരെ ബൈ.